അന്ന് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെ പറ്റി 25 പേജുള്ള ഒരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. നമസ്കാരം. ഇന്ന് ഈ ചർച്ചയ്ക്ക് തുടങ്ങുന്നത് തന്നെ താങ്കൾക്ക് ചിലപ്പോൾ സന്തോഷകരമായിരിക്കും, അല്ലെങ്കിൽ സ്വല്പം വിഷമമുണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട യുവമന്ത്രി പിണറായി വിജയൻ്റെ ഇഷ്ടഭാജനം ഗണേഷ് കുമാർ തനിക്കെതിരായി വരുന്ന ആരോപണങ്ങളെപ്പറ്റി ഒരു പത്രസമ്മേളനം നടത്തി ന്യായീകരിക്കുകയുണ്ടായി. തൻ്റെ കുറ്റങ്ങൾ നിരപരാധിയാണെന്നുള്ള മനസ്സിലാക്കി. പക്ഷെ 2001 ഏതാണ്ട് 4 നൂറ്റാണ്ട് മുമ്പാണ് താങ്കൾ ഗണേഷ് കുമാറിനെതിരെ ചില വാർത്തകൾ ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുക, പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടാവുക. ലക്ഷക്കണക്കിന് കോപ്പി വയ്ക്കുന്ന ക്രൈം വിചാരിച്ചിട്ട് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 10,000 വോട്ടിന് ഞാൻ ജയിച്ചു എന്നുള്ളതായിരുന്നു ഇങ്ങനെയുടെ ഗണേഷ് കുമാറിൻ്റെ അസേഷൻ. ആ കൺസെപ്റ്റിനെ അന്നത്തെ ഡെവലപ്പ് ചെയ്തതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം അറിയാൻ ക്രൈമിൻ്റെ വായനക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഒരു മന്ത്രി പറഞ്ഞ വാചകമാണ് നമ്മൾ ഇപ്പം ഈ വീഡിയോ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കണ്ടപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഭാഗമാണ്. ഒരു മന്ത്രി തന്നെ ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു, ലക്ഷക്കണക്കിന് സർക്കുലേഷനുള്ള പ്രസിദ്ധീകരണമായിരുന്നു ക്രൈം. അതിൽ എന്നെ പറ്റി എഴുതിയ ഒരു മണ്ണാങ്കട്ടി സംഭവിച്ചില്ല, ഞാൻ 10,000 വോട്ടിന് പത്തനാപുരത്ത് ജയിച്ചു എന്നാണ്. ഇതിൻ്റെ എന്താണ് സംഭവം? ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ തുടക്കമിടുമ്പോൾ എല്ലാത്തിനും വിജയിക്കണമെന്നില്ല, വിശ്വസിക്കണമെന്നില്ല. പിന്നീടാണ് സത്യം മറനീക്കി പുറത്തു വരിക. ക്രൈം പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളെല്ലാം തന്നെ പലരും ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാറില്ല. പക്ഷെ പിന്നീട് സത്യമാണെന്ന് അവർ എല്ലാവരും ഏറ്റെടുക്കും. അന്ന് ക്രൈം നന്ദകുമാർ കൊണ്ടുവന്നതായിരുന്നല്ലോ സത്യം, ഞങ്ങളന്ന് എതിർത്ത് പോയല്ലോ എന്ന് ദുഃഖത്തോട് പറയുകയും ചെയ്യും. ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം. നമ്മൾ പിണറായി വിജയനായാലും അതേപോലെ ഗണേശനായാലും മുകേഷ് ആയാലും സരിതയായാലും അങ്ങനെ തുടങ്ങി കേരളത്തിലെ പല പ്രമുഖരായ ആളുകളെ കുറിച്ച് എന്തിന് നമ്മുടെ സുകുമാർ അഴീക്കോടിനെ പോലും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താങ്കളോട് ഇടയ്ക്ക് ഇത്തരം വാർത്തകൾ പറയുമ്പോൾ എന്തുകൊണ്ട് ക്രൈം അപ്പോൾ വളരെ പെട്ടെന്ന് എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു മഞ്ഞപ്പത്രമായിട്ട് ചിത്രീകരിച്ച് ക്രൈമിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. പക്ഷേ സത്യങ്ങൾ പറയാൻ, അപ്രിയമായ സത്യങ്ങൾ പറയാൻ ക്രൈമിനെ പോലെ ചില മാഗസിൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മൂടി ഇവരെല്ലാം മാന്യന്മാരായിട്ട് സമൂഹത്തിൽ നടന്നാനെ. ഇന്ന് എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഒരേപോലെ പ്രസിദ്ധീകരിക്കുന്ന കാര്യമാണല്ലോ. അതെന്താ മഞ്ഞയല്ലേ? അപ്പം ഞാൻ ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ എന്നെ താറടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നിലപാടാണ് ഇത് മഞ്ഞ പ്രസിദ്ധീകരണമാണ്, ബ്ലാക്ക് മെയിലറാണ്, അങ്ങനെ അധിക്ഷേപിക്കുക. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ, ബ്ലാക്ക് മെയിലർ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചകത്താക്കാൻ പിണറായി വലിച്ചു തുടങ്ങി 10 വർഷമായി അതിൻ്റെ പേരിൽ. അതിന് മുമ്പ് AK നായർ ഭരണകാലത്താണ് ഞാൻ ക്രൈം തുടങ്ങുന്നത്, 1996. അവിടെ നിന്നോട് തുടങ്ങി. പിന്നെ 2006 ഈ PS അച്യുതാനന്ദൻ്റെ ഭരണം വന്നു. തുടങ്ങി ഇത്രയും കാലം വെച്ചിട്ട് എന്നെ പറ്റി ഒരു സ്ഥലം പോലും ഒന്നും അങ്ങനത്തെ ഒരു സാധനം വന്നില്ലല്ലോ. അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നതാണ്. ഒരു കാര്യത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ, സത്യം വിളിച്ചു പറയുമ്പോൾ, സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിളിച്ചു പറയുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പറയുന്ന മാർഗമാണ് ക്രൈം മഞ്ഞയാണെന്നുള്ളത്. ഞാൻ പറയാറുണ്ട്, മഞ്ഞയാണെന്ന് പറയുന്നത് സത്യം പറയുന്ന പത്രങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്വദേശാഭി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് എന്തിനാണ്? അദ്ദേഹത്തെ നാട് കടത്തിയത് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ദിവാന്റെ അന്തഃപുര രഹസ്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിനും കൂടിയാണ്. അഴിമതി പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിന് അന്തഃപുര രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞതിനാണ്. അതായത് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ എല്ലാവർക്കും മാതൃകയായിരിക്കണം. അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകരുത്. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും എന്നുള്ള ചൊല്ല് അനർത്ഥമാക്കി ഏതൊരാളാണോ അദ്ദേഹം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ, പബ്ലിക്കായി പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് MLAയും മന്ത്രിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ആളായിരിക്കണം. പകരം ഞാൻ 10,000 പെണ്ണുകളെ പ്രണയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കുറച്ചും കൂടെ പച്ചയായി പറഞ്ഞാൽ കാമിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അതൊരു ചർച്ച നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചർച്ച. ഈ പ്രണയവും കാമവും തമ്മിൽ 2 രണ്ടാണ്. കാമഭ്രാന്തും സ്നേഹവും തമ്മിൽ 2 രണ്ടാണ്. അത് തിരിച്ചറിയാത്ത ആളാണ് ഗണേശനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പ്രസിദ്ധീകരിച്ച 2001 പ്രസിദ്ധീകരിച്ച വാർത്ത എന്താ അറിയാമോ? അദ്ദേഹത്തിന് ഇലക്ഷന് മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് കൊയിലാണ്ടി അദ്ദേഹം കോഴിക്കോട് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയിരുന്ന CPM ചില
ഒരു കൗൺസിലർ അടക്കമുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ ഒരു ജീപ്പിൽ പോകുന്നുണ്ടായിരുന്നു. അതിനെ പിന്തുടർന്ന് അവസാനം അവരിങ്ങനെ ഗണേഷ് കുമാറാണെന്ന് മനസ്സിലായപ്പോൾ അവർ ഭയങ്കരമായി ഇങ്ങനെ ടാറ്റ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇയാൾ ചോദിച്ചു ഈ പെണ്ണുങ്ങളൊക്കെ എല്ലാം മോശമാണെന്ന് വെച്ചിട്ട് ഇയാൾ കൊയിലാണ്ടി വരെ പോയി. അവിടെ നിന്ന് അവസാനം വണ്ടി നിർത്തി അതിലൊരു പെൺകുട്ടിയെ കയറി പിടിച്ചതോട് കൂടിയിട്ടാണ് അവിടെ നാട്ടുകാർ കയറി പൊതിരെ തല്ലി. പത്രവാർത്ത വന്നു. മാത്രമല്ല പോലീസ് കേസെടുത്തു, കൊയിലാണ്ടിയിൽ കേസെടുത്തു. ഈ സംഭവമാണ് ആസ്പദമായ കാര്യം. അത് മാത്രമല്ല, അത് ഈ സിനിമാ സെറ്റുകളിൽ എൻ്റെ അടുത്ത് ഒരു പ്രമുഖനായ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, ഇയാളെ കൊണ്ട് തോറ്റു. കാരണം ഏതൊരു പെണ്ണിൻ്റെ അടുത്ത് പോയി എൻ്റെ അച്ഛൻ മന്ത്രിയാണ്, പിന്നെ എനിക്കിങ്ങനെ സ്വാധീനമുണ്ട്, സിനിമയിൽ നിൽക്കണമെങ്കിൽ എന്നെ കൂടെ പരിഗണിച്ചാലേ നടക്കുള്ളൂ. എന്നിട്ട് അവരെ നിർബന്ധിച്ച് ഒരു പെൺകുട്ടിയില്ല, താഴേക്കടയുള്ള ഒരു ഏത് തരത്തിലെ ഇപ്പോൾ സിനിമാ നടിയെ മുകളിലുള്ള സിനിമാ നടിയായാലും ശരി, ഏറ്റവും പേരും പ്രശസ്തിയായ സിനിമാ നടിയായാലും വേണ്ടില്ല, താഴെ താൽക്കാലികമായി ഒന്ന് മോഹം കാണിക്കാൻ വന്ന പെൺകുട്ടികളാണെങ്കിലും ഇയാൾക്ക് വഴങ്ങാത്ത ആരും അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഇതായിട്ടാണ് ഈ പ്രൊഡ്യൂസർ എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അയാൾ കുറേ വിവരങ്ങൾ എനിക്ക് തന്നു. ഒരു പരമ ചെറ്റയാണ് ഇയാൾക്ക്. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വഴങ്ങിക്കൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയാണെന്നോ മോളാണെന്നോ ഒന്നും അങ്ങേർക്ക് ഇതില്ല. അത്രയും വൃത്തികെട്ട രൂപത്തിലാണ് എന്നോട് പറഞ്ഞത്. ഉണ്ട്. അദ്ദേഹം ഇല്ലാതെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണല്ലോ ഈ പിണറായി വിജയൻ ഈ കേസൊക്കെ അട്ടിമറിച്ചത്. അതിലെ മോഹൻലാൽ അടക്കം ജയിലിലാകേണ്ട കേസുകളല്ലേ. അപ്പോൾ എത്ര പെൺകുട്ടികളെ കണ്ണീരാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. അതെല്ലാം ആദ്യം ഞങ്ങൾ ഇവരെ കൂടെയാണെന്ന് കരഞ്ഞിരുന്ന ആൾക്കാരല്ലേ പിണറായി വിജയനൊക്കെ. അവസാനം എന്താ റിപ്പോർട്ട് വന്നു, കേസ് എടുത്തപ്പോൾ ഇപ്പോൾ എല്ലാ കേസും പിൻവലിച്ചു. അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ആരാണ്? ഈ ഗണേശനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഗണേശൻ പറഞ്ഞ വാർത്ത 100% സത്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തണ്ട. എന്തായാലും ഗണേശൻ ആ പറഞ്ഞതിനോട് നന്ദി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകം നന്ദി ഗണേശൻ. നമ്മുടെ മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് മാർക്കറ്റിംഗ് സൈഡിൽ ഇത്രയധികം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിളിച്ചു പറയാൻ അല്ലാന്ന് അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. സത്യമാണ്, ഞാൻ അങ്ങനത്തെ ആളാണെന്ന് അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. ഇന്ന് അതേ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അത് പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു മടിയുണ്ടായിട്ടില്ല. മാത്രമല്ല അയാളെ ഭാര്യയ്ക്ക് ഇതിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ആദ്യ ഭാര്യയ്ക്ക് മാത്രമല്ല, രണ്ടാം ഭാര്യയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്ത് കാമുകിയായ സരിതാ നായർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് വിചാരിച്ച്, ജാരസന്തതികൾ എത്ര ഉണ്ടെന്ന് വിചാരിച്ച്. സരിതാ നായരുടെ ഒരു കുട്ടി അയാളേതാണെന്ന് CBI തന്നെ പറഞ്ഞിട്ടുണ്ട്. സരിതാ നായരോട് ഞാൻ ചോദിച്ചു, കുട്ടിക്ക് ചിലവൊക്കെ തരാറുണ്ടോ? അപ്പോൾ എന്ത് സാറേ, ഒന്നും ഇപ്പം ബന്ധപ്പെടാറൊന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം കാണുന്ന സ്ഥലത്തൊക്കെ മേഞ്ഞിട്ട് അദ്ദേഹത്തിന് എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. എറണാകുളം തൃപ്പൂണിത്തുറയിലെ മുമ്പത്തെ ഒരു CPM നേതാവ്, വനിതാ നേതാവ്, തൃപ്പൂണിത്തുറ ഇതിലൊക്കെ കലാരംഗത്ത് ഭയങ്കര പ്രവർത്തിച്ച ഒരാളാണ്. ആ സമയത്ത് എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ, തിരുവനന്തപുരത്ത് പോയപ്പോൾ കാണുകയത്. പിന്നെ അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഇതെന്നാണ് അവിടുന്ന് നാട്ടുകാർ CPMകാർ പറയുന്നത്. എന്തിനാ തിരുവനന്തപുരത്തൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തൊരു പെൺകുട്ടി, അതിലൊരു കുട്ടിയുണ്ട്. എവിടെയാണോ അവിടെയൊക്കെ മെയ്യും. വെറുതെ അല്ല. ബാലകൃഷ്ണപിള്ള പറഞ്ഞത് എൻ്റെ മകനായി പോയി എന്നത് ഞാൻ ലജ്ജിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് വലിയ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത്രയും വൃത്തികെട്ട സ്വന്തം ഭർത്താവ്, 2 സിസ്റ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർമാർ പറഞ്ഞിരിക്കുന്നത് എന്താ, വൃത്തികെട്ടവൻ, സ്വത്ത് തട്ടി എടുക്കുന്നവൻ എന്നല്ലേ പറഞ്ഞത്. അതിനപ്പുറം പറഞ്ഞു. അതിലപ്പുറത്തേ പറഞ്ഞു. ഇനി മറ്റേ ഭാര്യമാരെന്താ പറഞ്ഞു? ആദ്യ ഭാര്യ പറഞ്ഞു, രണ്ടാമത്തെ ഭാര്യയും പറഞ്ഞു. ഇനി ഏത് ഭാര്യയാണ് പറയേണ്ടത്? എത്ര ഭാര്യമാരുണ്ടെന്ന് നമുക്കറിയില്ല. കാണുന്നിട്ടെല്ലാം തന്നെ ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇന്ന ഗണേഷ് കുമാറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെന്ന് പെട്ടാൽ, അത് അമ്മയായാലും മോളായാലും ആരാണ് ശരി, ഒരു പെണ്ണായാൽ മതി. അദ്ദേഹത്തിന് മുകേഷും ഗണേഷ് കുമാറും തമ്മിൽ ഭയങ്കര സൗഹൃദം. അതിൻ്റെ അടിസ്ഥാനം ഇങ്ങനെ വല്ലതായിരിക്കുമോ? 2 പേർക്കും മുകേഷ് വിളിക്കും, എടോ ഞാൻ ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ പുതിയൊന്ന് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയും. അവിടുന്ന് ഗണേശൻ പറയും. ഇവർ 2 പേരും തൊട്ടടുത്ത് തന്നെയാണ്, കൊല്ലത്ത് ആണ്, പത്തനാപുരത്താണ്. അപ്പോൾ 2 പേരും ഈ കാര്യത്തിൽ ഭയങ്കര മിടുക്കന്മാരാണ്, സിനിമാ രംഗത്തുള്ളവരാണ്. CPM എന്നുള്ള പ്രസ്ഥാനം
എന്ത് പറഞ്ഞിട്ടാണ് മുമ്പ് പിണറായി വിജയൻ ഇയാള് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് പറഞ്ഞത്? ഇങ്ങനത്തുള്ള വൃത്തികെട്ടവന്മാരെ കൊണ്ടിട്ടാണല്ലോ പാർട്ടി കൊണ്ട് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്ന് കേൾക്കാൻ പറ്റും. കേട്ടല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരെയും കൊണ്ടിട്ടാണല്ലോ ഉമ്മൻചാണ്ടി നടക്കുന്നതെന്നാണ്. എന്നാൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ രാജി അപ്പം തന്നെ എഴുതി മേടിച്ചു. ഇപ്പോൾ അതേ ചോദ്യം പിണറായി വിജയനോട് ചോദിക്കുകയാണ്. ഈ വൃത്തികെട്ടന്മാരെയും കൊണ്ടല്ലേ നടക്കുന്നത്? പി ശശി അപ്പുറത്തുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ ഗണേശൻ്റെ ടൈമിങ് തെറ്റിപ്പോയി. പത്രസമ്മേളനത്തിൻ്റെ ഇലക്ഷൻ വരുന്നത് കൊണ്ട് പിണറായിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇലക്ഷൻ ഇല്ലായിരുന്ന പോളാം ഷാരല്ലെങ്കിൽ പൊക്കോളാൻ പറയും. KSRTC സ്റ്റെപ്പിനി ബസ് ടയർ കൊണ്ട് നടക്കുന്ന നീയും കൊണ്ട് അത്യാവശ്യം സ്റ്റെപ്പിനി എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്തത്. ഇവിടെ ഇലക്ഷൻ വരുന്നത് കൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ്റെ പേടിച്ച് പിണറായി ചിലപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കാം. ഏറ്റവും രസം സ്വന്തം ഭാര്യ തന്നെ കൊടുതുണിയില്ലാത്ത ഭർത്താവിൻ്റെയും കാർണവർ കേസിൻ്റെ ഒരു പെണ്ണിനെയും കൂടെ എടുക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു ഗതികേട് വെച്ചു ആ ലേഡിയുടെ. സിനിമയിൽ മാത്രം കണ്ടിരുന്ന സിനിമകൾ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ. ഇതപ്പം ഏതോ ഒരു നായർ നേതാവിൻ്റെ മകളാണെന്നൊക്കെയാണ് പറയുന്നത്. കാർണവർ കൊലക്കേസിൽ വെറുതെ വിട്ട പെണ്ണില്ലേ ഇപ്പം അടുത്ത ആളില് ഞാൻ കേൾക്കുന്നത് ഷെറി ഇന്ന് വന്നത് ഏതോ നായർ നേതാവിൻ്റെ മകളാണെന്നാണ്. ഏത് മകളാണെങ്കിലും നമ്മളെ പിണറായി വിജയനെ പറ്റിയ നേതാവാണ്. കാരണം ഇതിനൊക്കെ ഒരു കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗണേശൻ ഉമ്മൻചാണ്ടിക്കെതിരെ. അതാരും പറയാതെ സ്വന്തം ഭാര്യ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുണ്ടാക്കിയ ഫിലിം. വേറെ കൃത്രിമമായിട്ട് പത്രപ്രവർത്തകരോ കോൺഗ്രസ് രാഷ്ട്രീയക്കാരോ ആരും ചെയ്തതല്ല. സ്വന്തം ഭാര്യ തന്നെ എടുത്ത് കൊടുക്കണം. അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, മഹാനായ മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ കുടുംബം നന്നാക്കാൻ നോക്കി. പക്ഷെ ഭാര്യനെ മുന്നിൽ വെച്ച് ഭർത്താവിനെ ഇഞ്ചിഞ്ചി പരിവാക്കി അന്ന് അടിച്ച് നിരപ്പാക്കുമ്പോൾ ബിജു രാധാകൃഷ്ണൻ സരിതാ നായരുടെ ബന്ധത്തിൽ അടിച്ച് നിരപ്പാക്കി കണ്ടിട്ട് അയാൾ ഗണേശൻ കാൽക്കൽ വീണ് കരയായിരുന്നു എന്ന് പറഞ്ഞത്. തെറ്റിപ്പറ്റിപ്പോയി. ഇത് കണ്ട് അവസാനം ലജ്ജിച്ചിട്ടാണ് ഭാര്യ യാമിനി തങ്കച്ചി എനിക്ക് ഈ ഭർത്താവിനെ വേണ്ട, എനിക്ക് ഈ സുഖ സൗകര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി പത്രസമ്മേളനം നടത്തിയത്. അന്ന് ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനം നീതിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ സരിതാ നായരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വൈകൃതങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളപ്പരാതി പിണറായി വിജയനും ഗണേശനും സരിതാ നായരും കൂടെ ചേർന്ന് ഉണ്ടാക്കുകയും ആ ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 2016 ഉമ്മൻചാണ്ടി അട്ടിമറിച്ചത്. അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ പിണറായി വിജയനും ഗണേശനും അനുഭവിക്കുന്നത്. പിണറായി എത്ര പരമനാറിയാണെന്നുള്ളത് ഇതിൽ നിന്ന് അപ്പുറം വേണം. കാരണം ഈ സരിതാ നായരെ കൊണ്ട് ഗണേശൻ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ചെയ്യുന്നതിൻ്റെ എല്ലാ ഗൂഢാലോചനയും പിണറായി വിജയനും പങ്കാളിയാണ്. ആ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി വേട്ടയാടിയത്. അവസാനം എത്ര തവണ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവസാനം CBI അന്വേഷിച്ചു. ആ മനുഷ്യനെ വേട്ടയാടിയതിൻ്റെ അദ്ദേഹം ശരിക്ക് കൊന്നതല്ലേ, മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. അങ്ങനെ അദ്ദേഹം കൊന്നു ശരിക്കും പിണറായി. അല്ല, നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള മാനസിക സ്ഥിതി ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി വേറെ ആളാണ് ചിരിക്കുന്ന. നമ്മളൊക്കെ ചിരിക്കുന്നതിനേക്കാൾ ജ്യോതികുമാർ ചമക്കാല എപ്പോൾ ജയിച്ചു അത് മറക്കാം. അയാൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാൻ അവിടെ നിന്ന് വിജയിക്കും, ഇനിയും എന്നെ ജനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. ഇതൊക്കെ എൻ്റെ സ്വകാര്യതയില്ലേ എന്നാണ്. ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്താ പറഞ്ഞത്? പേപ്പട്ടി എന്നാ പറഞ്ഞു. ഇതുപോലുള്ള ഒരു ആളെ ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. തിരിച്ചു രണ്ടാമത്തെ ബെനിഫിഷ്യറി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനും കാണിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ഉണ്ടാക്കാൻ കാണിച്ച ധൈര്യം ഗണേശൻ്റെ കാര്യത്തിൽ കാണിക്കൂ. അവിടെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഗണേശൻ്റെ കാര്യം വരുമ്പോൾ KSRTC മന്ത്രി പുറകോട്ട് പോകുന്നു? അതാണ് എന്തുകൊണ്ട് ഉടനടി ആ ഭാര്യ വിളിച്ചപ്പോൾ പോലീസ് ഒന്ന് ഗണേശനെ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് അവരുടെ സെക്രട്ടറിമാരെ അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതില്ലേ? അതൊരു DIGയുടെ ഡയറക്ഷനുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ശ്രീലേഖ പറഞ്ഞിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർ പോലും പുറകോട്ട് പോയി. അല്ല, അത് പിണറായി അപ്പം വിളിക്കല്ലോ. പിണറായിൻ്റെ കീഴിലുള്ള സംരക്ഷണമുള്ള ആളല്ല. കാരണം പിണറായിക്ക് ഇദ്ദേഹത്തെ തൊടാൻ പറ്റില്ല. കാരണം സരിതാ നായരും പിണറായിയും ഗണേശനും കൂടി ഗൂഢാലോചന